എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിടിലൻ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ചൂടുകാലത്തൊക്കെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം. ഓവറാൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു സൂപ്പർ ഫുഡ് വെച്ചാണ് ഈ സ്മൂത്തി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിലേക്കായിട്ട് വലിയൊരു ബൗൾ ലോട്ടസ് സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫോക്സ് നട്ട്സ് അല്ലെങ്കിൽ മഖാന എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ ഇതിനെ താമര വിത്തുകൾ എന്ന പേരിലാണ് പറയുന്നത്. ഇത് ഫ്രൈ പാനിൽ 5 മിനിറ്റ് റോസ്റ്റ് ആക്കിയെടുക്കാം. ഓയിലൊന്നും ഒഴിക്കരുത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല റോസ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം എടുത്ത് കയ്യിലിട്ട് പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിനെ പാനിൽ നിന്ന് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ ഏകദേശം 6ഓളം കാഷ്യൂ നട്ട്സും 7-8 ബദാമും അതുപോലെ 3 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ചേർത്ത് കൊടുത്ത് 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വറുത്തെടുക്കണം. കൂടുതൽ ചുവക്കൊന്നും വറുത്തെടുക്കരുത്. അതുപോലെ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കാഷ്യൂ നട്ട്സും ബദാമും പൊട്ടുകടലയും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പാനിൽ നിന്നും മാറ്റി തണുത്തതിന് ശേഷം ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി വലിയൊരു മിക്സർ ജാർ എടുക്കാം. ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ലോട്ടസ് സീഡ്സ് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. 2-3 പൾസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു കിട്ടുന്നതാണ്. ഇവിടെ ലോട്ടസ് സീഡ്സ് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. മഖാന നല്ല പൗഡർ പോലെ പൊടിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 4 ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളിലെ സീഡ്സ് മാറ്റിയതിന് ശേഷം വേണം വെള്ളത്തിൽ കുതിർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സിൻ്റെയും പൊട്ടുകടലയുടെയും പൗഡർ മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു റോബസ്റ്റ പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇതിന് പകരം ഏത്തമ്പഴം എടുക്കരുത്. ചെറുപഴമാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം ജാഗറി സിറപ്പ് ചേർത്ത് കൊടുക്കുന്നു. അധികം കളറില്ലാത്ത ജാഗറിയുടെ സിറപ്പാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ 2 ഗ്ലാസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ആദ്യം 1 ഗ്ലാസ് മിൽക്കിൻ്റെ പകുതി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി പാലൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി പാലെല്ലാം ചേർത്ത് കൊടുക്കാം. പശുവിൻ പാൽ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. ഇവിടെ സ്മൂത്തി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് പകരാം. പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങൾ ലോട്ടസ് സീഡ്സിനുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഓവറാൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു കിടിലൻ നട്ട്സാണ്. BP ഉള്ളവർക്ക്, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ എല്ലാവർക്കും ഇത് കഴിക്കാം. കാരണം ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബർ റിച്ചാണ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയുണ്ട്. ഇതിൽ കാൽഷ്യം കൂടുതലായതുകൊണ്ട് മുട്ടുവേദനയൊക്കെ ഉള്ളവർ ഇത് കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ വെയിറ്റ് ലോസ് മാനേജ് ചെയ്യാനും ക്ഷീണത്തിനും നല്ലതാണ്. ഫൈബർ റിച്ചാണ്. അതുകൊണ്ടാണ് ഡയബറ്റീസും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഇത് കഴിക്കാമെന്ന് പറയുന്നത്. ലോട്ടസ് സീഡ്സ് കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് എല്ലിന് ബലം നൽകാനും സഹായിക്കും. ഇത് ഗ്ലാസ്സിലേക്ക് പകർന്നതിന് ശേഷം കുറച്ച് പിസ്തയൊക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിസ്ത ചേർക്കാതെയും ചേർത്തും എങ്ങനെ വേണമെങ്കിലും ഒക്കെ കഴിക്കാം. എങ്ങനെ കഴിച്ചാലും നല്ലത് തന്നെയാണ്. ഈ സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐസ് ക്യൂബ് ഇടാതെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ റെഡിയാക്കി നോക്കുക. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ.